നീരജ് ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് പാല KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ ദൂരം മാത്രം മാറി, അതായത് പാല ടൗണുമായിട്ട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു നല്ല കേരള തനിമയുള്ള ഒരു വീടിന്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുക. ഇത് 10 സെന്റ് സ്ഥലമാണ്, കിണർ വെള്ളമുണ്ട്, അതുപോലെ തന്നെ കംപ്ലീറ്റ് റൂഫ് ചെയ്തിരിക്കുന്ന വീടാണ്. തേക്കൻ തടിയൊക്കെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി വീടാണ്. നല്ല തടി വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകൾ, ഫ്രണ്ട് ഡോർ, ഇടക്കഥകൾ എന്ന് വേണ്ടുന്ന എല്ലാം നല്ല അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വീടിൻ്റെ മുൻപിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുക. നീരജ് ഹോംസിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ ചാനലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇത് ചോദിക്കുന്ന വില 80 ലക്ഷം രൂപയാണ്, നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഈ വീടിൻ്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഒരു കാര്യം കൂടെ മറക്കരുത്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇതിൻ്റെ ലിങ്ക് എടുത്തൊന്ന് ഷെയർ ചെയ്യുക. അപ്പോഴാണ് മറ്റുള്ള എല്ലാവർക്കും ഉപകാരപ്പെടും ഈ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. നമസ്കാരം. മീനച്ചിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോ ഇതാ ഇവിടെ തുടങ്ങുകയാണ്. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും 2.5 കിലോമീറ്റർ ദൂരം മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന നല്ല ഒരു 10 സെൻറ്റ് സ്ഥലത്തിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുക. നല്ലൊരു ഗേറ്റ് തള്ളി തുറന്ന് നമ്മളെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ നല്ലൊരു ഭംഗിയും ആകാരഭംഗിയും രൂപഭംഗിയുമുള്ള നല്ലൊരു വീട്. ആ വീടിൻ്റെ മുറ്റത്തുകൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. വാഹനങ്ങൾ കയറേണ്ട ഭാഗത്തുകൂടി ഇൻ്റർലോക്ക് പാകിക്കൊണ്ട് ഇൻ്റർലോക്കിൽ നിന്ന് നമ്മൾ നേരെ മുറ്റത്തിൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണുവാനായിട്ട് നമ്മളൊന്ന് പോവുകയാണ്. ഈ സൈഡിൽ നമുക്ക് അത്യാവശ്യം കൃഷി ചെയ്യുവാനായിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ നമുക്കൊരു പ്ലാവുണ്ട്, 2 തെങ്ങുണ്ട്, ഒരു മാവുണ്ട്. അങ്ങനെയൊക്കെയുള്ള കൃഷി ചെയ്യുവാനൊക്കെ ആയിട്ടുള്ള സ്ഥലം ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ടൈല് വർക്കുകൾ, നല്ല രീതിയിലുള്ള വാൾ ടൈലുകൾ എല്ലാം കൊണ്ടും നല്ല ഒരു ഭംഗിയായിട്ട് ഇതിന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു വീടാണ് ഇത്. പ്ലാവ് നിറച്ച് ചക്ക കിടക്കുന്നത് നമുക്ക് കാണാം. ഇന്നിപ്പോൾ 1 കിലോ ചക്കയ്ക്ക് വില എന്ന് പറയുന്നത് ഭയങ്കര വിലയായി മാറി. കാരണം വഴി സൈഡിൽ കൂടെയൊക്കെ ചിരിന്ന് വിൽക്കാൻ തുടങ്ങി ചക്കകളൊക്കെ. നമ്മൾ നാട്ടിൻപുറത്ത് ജനിച്ചവർ പോലും സ്വന്തമായിട്ട് വീട്ടിൽ ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം വീട്ടിൽ ചക്കയില്ലാഞ്ഞിട്ട് കടകളിൽ നിന്ന് അല്ലെങ്കിൽ വഴി സൈഡിൽ നിന്നൊക്കെ ചക്ക മേടിച്ച് വെട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് മാറി. ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് തേങ്ങ കൊണ്ടുവന്ന് കേരളത്തിൽ വിൽക്കുന്നത് പോലെ തന്നെ കേരത്തിൻ്റെ നാട് അല്ലെങ്കിൽ തെങ്ങിൻ്റെ നാട് എന്ന് പറയുന്ന കേരളത്തിൽ വിൽക്കുന്നത് പോലെ തന്നെ. അപ്പോൾ നമ്മൾ ഇവിടെ നല്ലൊരു പ്ലാവ് നമ്മൾ കണ്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു സ്റ്റെയർ കേസ് കയറി മുകളിലോട്ട് വന്ന് കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. തൊട്ടടുത്തുള്ള വീടുകളൊക്കെ നമുക്ക് കാണാം. എല്ലാം നല്ല സ്റ്റാൻഡേർഡ് വീടുകൾ തന്നെയാണ്. നല്ല സ്റ്റാൻഡേർഡ് വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അയൽവക്കം വേണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ താമസിക്കുന്ന ലൊക്കേഷൻ നല്ലതായിരിക്കണം. നമ്മൾ അയൽവാസികൾ മോശമാണെങ്കിലും നമുക്ക് ഫാമിലിയായിട്ട് താമസിക്കുന്നിടത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായേക്കാം. അതുകൊണ്ടാണ് നല്ല അയൽവക്കം വേണം, നോക്കുന്ന ലൊക്കേഷൻ കറക്റ്റായി നല്ല ലൊക്കേഷനിൽ തന്നെ വീട് വാങ്ങിക്കണം എന്ന് പറയപ്പെടുക. ഇവിടെ നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങി നമ്മൾ കിണർ ഇവിടെയാണ്, ഈ സൈഡിലാണ് കിണർ സ്ഥിതി ചെയ്യുക. കിണർ വെള്ളം ഇഷ്ടം പോലെയുള്ള മേഖലയാണ്. അപ്പോൾ നമുക്ക് നല്ലപോലെ വെള്ളമൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ഈ സൈഡ് വഴി നമ്മൾ അപ്പുറത്തെ സൈഡൊക്കെ ഒന്ന് കാണുവാനായിട്ട് പോവുകയാണ്. ഇതാണ് നമ്മൾ 4ാമത്തെ സൈഡ്. വീടിൻ്റെ 4 വശവും കണ്ടു. ഈ സൈഡിൽ കൂടെ റോഡാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഈ സൈഡിനോട് ചേർന്നൊരു വീട് വരത്തില്ല. നല്ല ഐശ്വര്യമുള്ളൊരു വീട്, കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന വീട്, കേരള സ്റ്റൈലുള്ള വീട്. എന്നാൽ സെറാമിക് ഓടുകളാണ് ഇട്ടിരിക്കുക. സെറാമിക് ഓടുകൾ ഇട്ട് കഴിഞ്ഞാലത്തെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പെയിൻ്റ് അടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ചുറ്റുമുള്ള ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്കാണ്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡൊക്കെ കണ്ടു. അപ്പോൾ തേക്കാണ്. കട്ടളം മുഴുവൻ ആഞ്ഞിലിയാണ്. നല്ല തടി കൊണ്ടുള്ള വർക്കുകളാൽ നല്ലൊരു ഭംഗിയുള്ള ഒരു വീട് തന്നെയാണ് ഇത്. ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഡോറൊക്കെയാണ് കാണുന്നത്. നല്ല ഡിസൈൻ വർക്കാണ്, നല്ല ആശാരിപ്പണിയാണ് ഈ വീടിൻ്റെ.
അപ്പോൾ നല്ല രീതിയിലാണ് പണികളെല്ലാം, നല്ല ഫിനിഷിംഗ് ഉള്ള പണികളാണ്. ആ ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുന്നു. നേരെ നല്ലൊരു സ്വീകരണ മുറി, നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറി. അവിടെ നല്ല ഇൻറ്റീരിയർ വർക്കുകൾ, കണ്ടമാനം പച്ച മഞ്ഞ കളറൊന്നും അടിച്ച് കയറ്റിയിട്ടില്ല. നല്ല ഒരു എന്താ പറയുക, നല്ല ഒരു വാമും വൈറ്റും കളറുള്ള നല്ല ഡിസൈൻ മാത്രം കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു രൂപക്കൂട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു രൂപക്കൂടാണ് ഇവിടെ ചെയ്തിരിക്കുക. കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്ന രീതിയിൽ നല്ല ഒരു രൂപക്കൂട്. അവിടുന്ന് നമ്മൾ നേരെ ഇവിടെ ഒരു ആർച്ച്, തടി കൊണ്ട് തന്നെ പാനൽ ചെയ്തൊരു ആർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് കയറുന്നത്. ഡൈനിങ് ഹാളിൽ കയറിയിട്ട് നല്ല ഇൻറ്റീരിയർ വർക്കുകളോടുകൂടി, നല്ല ജിപ്സം വർക്കോടുകൂടിയുള്ള ഒരു ഡൈനിങ് ഹാളാണ്. എല്ലാ ബെഡ്റൂമുകളിലും ഒരു ട്യൂബ് ലൈറ്റ്, ഒരു ലൈറ്റ്, ഫാൻസി ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹോളിലും കൊടുത്തിട്ടുണ്ട്, ഒരു ഫാന്, അങ്ങനെയെല്ലാം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ കയറി. എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എല്ലാ ടോയ്ലറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് നമ്മളിവിടെ കാണുന്നത്. പലയിടത്തു നിന്നും വീട് വാങ്ങിക്കുവാനൊക്കെ വരുന്ന ഒത്തിരി ആൾക്കാർ നമ്മളോട് പറയുന്നുണ്ട്. കാരണം വീട് വാങ്ങിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ വീട് കാണുവാണെങ്കിൽ പാലായിലെ വീട് കാണണം. പാലായിൽ അത്രയും തടി ഉപയോഗിച്ച് ഇതുപോലെ ചെയ്തിരിക്കുന്ന വേറൊരു വീട് കിട്ടില്ല. അതുപോലെ നല്ല വീടുകളാണ് പാലായിലെ വീടുകൾ എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ തടി കൊണ്ടുള്ള കബോർഡുകൾ, കാര്യങ്ങൾ എല്ലാം കണ്ടു. ഇതുണ്ട്, എല്ലാം സെറ പോലെയുള്ള കമ്പനി, അല്ലെങ്കിൽ സോമനി, സെറ പോലെയുള്ള കമ്പനി സാധനങ്ങൾ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. അതായത് 10 വർഷം ഗ്യാരൻറ്റിയുള്ള മെറ്റീരിയലുകൾ മാത്രമാണ് ബാത്റൂമുകളിലൊക്കെ വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഫാന്, ലൈറ്റ്, ട്യൂബിനെല്ലാം അതൊക്കെ കമ്പനി 1 വർഷമാണ് ഗ്യാരൻറ്റി കൊടുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. 1 വർഷം ഗ്യാരൻറ്റിയുള്ള കമ്പനി സാധനങ്ങൾ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. ഇവിടുന്ന് നമ്മൾ നേരെ ഇതാണ് കോക്കറി ഷെൽഫ് നമുക്കിവിടെ കാണാം. നമുക്ക് നല്ല വില കൂടിയ പാത്രങ്ങളൊക്കെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് അടുക്കി വെക്കാൻ, കപ്പാൻ സോസറൊക്കെ അടുക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു കോക്കറി ഷെൽഫ്. തടി കൊണ്ടുള്ള, തേക്കൻ തടി കൊണ്ടുള്ള ഡോറാണ് നമ്മളിവിടെ കണ്ടത്. ആ ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് വീണ്ടും രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഫാനൊക്കെ ആണെങ്കിലും നല്ല ബെഡ്റൂമുകളിലൊക്കെ മോശം ഫാനിലൊക്കെ ചിലരിടുന്നത് നല്ല ഫാനുകൾ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ജനൽപ്പാളികളൊക്കെ നമുക്ക് കാണാം. അതൊക്കെ നല്ല വായു സഞ്ചാരങ്ങൾ കയറി ഇറങ്ങി പോകാവുന്ന രീതിയിലുള്ള നല്ല ജനൽപ്പാളികളാണ്. നല്ല ഫൈബറിൻ്റെ ഡോർ ഉപയോഗിച്ചാണ് ബാത്റൂം ഡോർ ചെയ്തിരിക്കുക. ഇവിടെ നമ്മുടെ നല്ല ഒരു ക്ലോസറ്റ്, അല്ലെങ്കിൽ എല്ലാം നല്ല ഫിറ്റിങ്ങുകൾ, നല്ല മെറ്റീരിയലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുക. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. ഫുൾ ലോൺ വേണ്ടവർക്കും കൊടുക്കാം, അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവരെ സംബന്ധിച്ച് മാത്രമാണ് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുക. ഫുൾ ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്കും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. പ്രോപ്പർട്ടി വാല്യുവേഷൻ്റെ 80% എന്നാണ് ഭൂരിഭാഗം ബാങ്കുകളും പറയാറെങ്കിലും ചില ബാങ്കുകൾ ഇപ്പോൾ ഫുൾ ലോൺ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫുൾ ലോൺ ആവശ്യമുള്ളവർക്ക് ഫുൾ ലോൺ സൗകര്യത്തോടു കൂടി നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 3 ബെഡ്റൂം അറ്റാച്ച്ഡ് വീടാണിത്. നല്ല നല്ല വീടുകളുടെ നല്ല നല്ല ദൃശ്യങ്ങളുമായിട്ടാണ് മീനച്ചൽ ഹോംസ് യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. അപ്പോൾ ഇപ്പോഴും ആ പ്രയാണം കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 4 വർഷത്തോളമായിട്ട് യൂട്യൂബ് ചാനൽ വഴി ഏറ്റവും കൂടുതൽ കോട്ടയം ജില്ലയിൽ കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മീനച്ചൽ ഹോംസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചില ആൾക്കാർ പറയാറുണ്ട്, വലിയ കമ്പനിയാണ്, അവരെയൊക്കെ വിളിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷവും നമ്മളെ വിളിക്കാതെ പോകുന്നവരുണ്ട്. നമ്മൾ വലിയ കമ്പനിയൊന്നുമല്ല, എപ്പോഴും സാധാരണ നിലയിൽ പോകാൻ ആഗ്രഹിക്കുന്ന കമ്പനി തന്നെയാണ്. അപ്പോൾ മീനച്ചൽ ഹോംസ് എന്നൊരു ബ്രാൻഡ് പേരോടുകൂടി നമ്മൾ നമ്മുടെ റിയൽ എസ്റ്റേറ്റിനെ മാറ്റിയെടുത്തു. അങ്ങനെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായി മാറിക്കഴിഞ്ഞ മീനച്ചൽ ഹോംസ് ഇനി നമ്മൾ കൂടുതൽ പ്രയാണങ്ങളിലൂടെ പോവുകയാണ്, കൂടുതൽ മേഖലകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാവണം. അപ്പോൾ ഈ വീട് സ്ഥലവും ഇഷ്ടമാകും എന്നെനിക്ക് ഉറപ്പാണ്. ഞാൻ ഈ 2-3 ദിവസം കൊണ്ട് ഒട്ടനവധി ആൾക്കാരെ കാണിച്ചിട്ടുണ്ട് ഈ വീട്.
അപ്പോൾ എന്നും ഓരോ വീഡിയോകൾ ഷൂട്ട് ചെയ്തത് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ 3 ദിവസമായി ഷൂട്ട് ചെയ്തതെങ്കിൽ ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടവർക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ട ലൊക്കേഷനും അല്ലെങ്കിൽ വീടൊക്കെ. എന്നിട്ട് എന്തുകൊണ്ട് അവർ വാങ്ങിച്ചില്ല എന്ന് ചിന്തിക്കരുത്. കാരണം ഫണ്ടിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ്. അങ്ങനെ അവർക്ക് അതുപോലെ നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന നല്ല ഐശ്വര്യമുള്ളൊരു വീട് തന്നെയാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ നല്ലൊരു കിച്ചൺ, ഈ വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഘടകമാണ് കിച്ചൺ. നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങളെല്ലാം ഉണ്ടാക്കാനായിട്ടുള്ള സ്ഥലമാണ് ഈ കിച്ചൺ. ഏറ്റവും വൃത്തിയായിട്ടും ഏറ്റവും നീറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കിച്ചൺ ക്രിയേറ്റ് ചെയ്തിരിക്കുക. നല്ല വലിപ്പമുള്ള കിച്ചൺ, അതിനോടൊപ്പം ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയ്ക്ക് സമീപത്ത് ചെറിയൊരു സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാധനങ്ങളെല്ലാം എടുത്ത് അടുക്കി വെക്കാനും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന രീതിയിൽ പറ്റുന്ന രീതിയിൽ നല്ലൊരു കിച്ചൺ. തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് മുഴുവൻ. ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു സ്റ്റോർ റൂം എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിൻ്റ് കിച്ചണിലുണ്ട്. എല്ലാം നല്ല സ്പേസ് ഇട്ടുകൊണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു കിച്ചണും വർക്ക് ഏരിയയുമാണിത്. മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പർ ഇവിടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോൺ നമ്പറിലേക്ക് എത്രയും പെട്ടെന്നൊന്ന് വിളിക്കുക. വിളിച്ച് നേരിൽ വന്ന് കണ്ടതിന് ശേഷം പ്രോപ്പർട്ടി ഇഷ്ടമായാൽ നിങ്ങൾ നേരിൽ വന്ന് വിളിക്കാൻ മടിക്കരുത്. നേരിൽ വന്ന് കാണുക. നേരിൽ വന്ന് കണ്ടു പ്രോപ്പർട്ടി ഇഷ്ടമാണെങ്കിൽ ഉടമസ്ഥനുമായിട്ട് വില നെഗോഷിയേറ്റ് ചെയ്യാം, നമുക്ക് വില പേശാം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില 78 ലക്ഷം രൂപയാണ്. അത് വേരിയേഷൻ ഉണ്ടായിരിക്കുന്നതാണ്, ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോസുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി നാളെ കാണുന്നവരേക്കും ഗുഡ് ബൈ.